നിങ്ങളുടെ ആരുടെയെങ്കിലും ഫിഷ് ടാങ്കുകളിൽ ഈ ഒരു ക്ലൈമറ്റ് കാരണം, അതായത് ഈ ഒരു തണുത്ത ക്ലൈമറ്റ് കാരണം മീനുകൾ ഡെഡായി പോവുക, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം നമുക്കറിയാം രാവിലെ അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ വൈകിട്ടാവുമ്പോൾ സഡനായിട്ട് പെട്ടെന്ന് തണുപ്പ് വരുന്നു, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ടാങ്കിലെ വെള്ളം പെട്ടെന്ന് തണുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ടെമ്പറേച്ചർ ഷിഫ്റ്റ് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ മീനുകളെ, സാധാരണ നമ്മുടെ ഇപ്പോൾ ജയൻറ്റ് ഗൗരാമി പോലുള്ള മീനുകളൊന്നും, ഇത്തിരി ഹാർഡി ആയിട്ടുള്ള മീനുകൾ, അതായത് അന്തരീക്ഷത്തിൽ ഡയറക്റ്റ് ശ്വസിക്കാൻ പറ്റുന്ന മീനുകളൊന്നും പെട്ടെന്ന് ചിലപ്പോൾ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഈ സിക്ലിഡ് വെറൈറ്റിയിൽ പെട്ട മീനുകളൊക്കെ, ഓസ്കാർ അല്ലെങ്കിൽ ഏഞ്ചൽ, കരിമീൻ, തിലാപ്പിയ പോലുള്ള മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മീനുകളാണ്. പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് കാലത്ത് ഇഷ്യൂ വരുന്ന മീനുകൾ. ഒരു സൊല്യൂഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ടാങ്കുകൾ നൈറ്റ് ടൈമിൽ കവർ ചെയ്തിടാം. ഔട്ട്ഡോർ ടാങ്കുകളിൽ മീനുകൾക്ക് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ മീനുകൾ ഈ ഒരു ക്ലൈമറ്റിനോട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അഡാപ്റ്റ് ആവാറുണ്ട്. പിന്നെ അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്ന് കാണാറില്ല. പെട്ടെന്ന് ഈ ഒരു ക്ലൈമറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്ന സമയത്താണ് മീനുകൾക്ക് പ്രശ്നം വരുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളൊന്നും കവർ ചെയ്തിട്ടില്ല, ജസ്റ്റ് നെറ്റ് ഇട്ട് കവർ ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ തണുപ്പിനെ, അതായത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ സ്പെഷ്യൽ കവറൊന്നും ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് ടാർപോളിൻ അല്ലെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് യൂസ് ചെയ്ത് നമുക്ക് കവർ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെന്തുകൊണ്ടാണ് ഈ ടാങ്കുകളൊന്നും അങ്ങനെ കവർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ടാങ്കുകളിൽ കിടക്കുന്ന മീനുകളെല്ലാം അത്യാവശ്യം ഹാർഡി ആയിട്ടുള്ള മീനുകളാണ്. അതായത് അന്തരീക്ഷത്തിൽ ഡയറക്റ്റ് ബ്രീത് ചെയ്യാൻ പറ്റുന്ന മീനുകളാണ്. ഇപ്പോൾ ജയൻറ്റ് ഗൗരാമി ആണെന്നുണ്ടെങ്കിലും, അതുപോലെ ആൽബിനോ ക്യാറ്റ് ഫിഷുകൾ, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ, ആൽബിനോ സക്കർ ക്യാറ്റ് ഫിഷുകൾ, ഇതെല്ലാം അത്യാവശ്യം ഹാർഡി ആയിട്ടുള്ള മീനുകളാണ്. അവർക്കൊന്നും അങ്ങനെ ടെമ്പറേച്ചർ ഡിഫറൻസ് വല്ലാതെ അങ്ങ് സീരിയസ് ആയിട്ട് ബാധിക്കാറില്ല. അതായത് അത്തരം ക്ലൈമറ്റിനോട് അത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള മീനുകളല്ല ഈ പറഞ്ഞ മീനുകളൊന്നും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സിക്ലിഡ് വെറൈറ്റിയിൽപ്പെട്ട മത്സ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അവരെ ബാധിച്ചു എന്ന് വരും. അപ്പോൾ നിങ്ങളുടെ ഔട്ട്ഡോർ ടാങ്കിൽ ഇതുപോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ട് ഈ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും മീനുകൾ ഡെഡായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു തണുപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ടാങ്ക് കവർ ചെയ്തിടാം. ടാർപോളിൻ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം. ഇത് കവർ ചെയ്തിടേണ്ടത് രാത്രി സമയങ്ങളിലാണ്. ഇങ്ങനെ ചെയ്യണതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി, അതായത് രാവിലെ റിസീവ് ചെയ്ത ഒരു ഹീറ്റ് ടാങ്കിനകത്ത് ജസ്റ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്, പുറത്തേക്ക് പോവാതെ. അതായത് രാത്രി ആകുമ്പോൾ വരുന്ന തണുപ്പ് കൂടുതലും തണുത്ത കാറ്റ് വഴിയൊക്കെ ആയിരിക്കും ടാങ്കിനകത്തേക്ക് പ്രവേശിച്ച് ടാങ്കിലെ വെള്ളം പെട്ടെന്ന് തണുക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രി സമയങ്ങളിൽ ടാങ്ക് മാക്സിമം കവർ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾറെഡി റീറ്റെയിൻ ചെയ്തിട്ടുള്ള ഹീറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതായത് ടാങ്കിനുള്ളിൽ തന്നെ ആ ഒരു ഹീറ്റ് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് പോവാതെ നിലനിൽക്കും. അതേസമയം പുറമേയുള്ള ആ ഒരു തണുപ്പ്, തണുത്ത കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതുപോലെ നല്ല രീതിയിൽ തണുപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതായത് രാവിലെ അത്യാവശ്യം ചൂടും വരുന്നുണ്ട്, സൺലൈറ്റൊക്കെ നല്ല രീതിയിൽ ടാങ്കിലേക്ക് അടിക്കുന്നുമുണ്ട്. പെട്ടെന്ന് രാത്രിയാകുമ്പോൾ സഡനായിട്ട് ടെമ്പറേച്ചർ ഷിഫ്റ്റായി പെട്ടെന്ന് തണുക്കുമ്പോൾ ചിലപ്പോൾ മീനുകൾക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ടാർപോളിൻ യൂസ് ചെയ്യാം, 2 നമുക്ക് ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം. ഇതിൽ എഫക്റ്റീവായിട്ട് വരുന്നത് ടാർപോളിനാണ്. ടാർപോളിൻ നൈറ്റ് ടൈം മാത്രമേ യൂസ് ചെയ്യാവൂ. ഡേ ടൈമിൽ ഒരിക്കലും ഇതുപോലെ കവർ ചെയ്തിടരുത്. എല്ലാവർക്കും അറിയായിരിക്കും രാവിലെ ചൂട് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഉള്ളിൽ ചൂട് കാര്യങ്ങളെല്ലാം ട്രാപ്പായി നിന്നിട്ട് മീനുകൾക്ക് പ്രശ്നം വരും. രാത്രി മാത്രമേ ഇടാവൂ, രാവിലെ ആകുമ്പോൾ അത് എടുത്ത് മാറ്റുക. ഈവനിങ്ങിൽ അല്ലെങ്കിൽ രാത്രി നമ്മൾ ഈ ഒരു ടാർപോളിൻ കവർ ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ടാങ്ക് ഇങ്ങനെ കവർ ചെയ്ത് ടൈറ്റ് ഫിറ്റായിട്ട് ഇടരുത്. അതായത് എയർ സർക്കുലേഷന് വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ടാർപോളിനിട്ട് കവർ ചെയ്യാനായിട്ട്. ഒന്നുകിൽ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് സൈഡിൽ ചെറിയ ഗ്യാപ്പുകൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ടാങ്കിൻ്റെ ഒരു 10% ചെറിയൊരു ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ബാക്കി ഭാഗം കവർ ചെയ്യുക. ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് നമ്മൾ ടാങ്ക് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ടാങ്കിലേക്ക് ചെറിയ രീതിയിലുള്ള എയർ സർക്കുലേഷൻ മസ്റ്റാണ്. ടൈറ്റ് ഫിറ്റായിട്ട് നമ്മൾ അടച്ചു വെക്കുന്ന ടാങ്കിന് ഒരിക്കലും സേഫ് അല്ല. കാരണം വെള്ളത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പലതരത്തിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. ടൈറ്റ് ഫിറ്റായിട്ട് നമ്മൾ ടാങ്ക് കവർ ചെയ്ത് വെക്കുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ട്രാപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള എയർ സർക്കുലേഷൻ ഉണ്ടാവും. അതേസമയം ടാങ്ക് നമ്മൾ മാക്സിമം കവർ ചെയ്ത് ഇട്ടിട്ടുള്ളത് കൊണ്ട് ടാങ്കിനകത്ത് ഡേ ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്ത ടെമ്പറേച്ചർ ഏകദേശം അതുപോലെ തന്നെ രാത്രി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ചെറിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്തായാലും വരും, എങ്കിലും നമ്മൾ ടാങ്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പുറമേ നിന്നുള്ള തണുത്ത കാറ്റ് ടാങ്കിനകത്തേക്ക് പ്രവേശിക്കുന്നതും കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ രാവിലെ ആകുമ്പോൾ ടാർപോളിൻ എടുത്ത് മാറ്റുക. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ഒരു ഗ്രീൻ നെറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് ടാർപോളിൻ്റെ അത്ര എഫക്റ്റീവ് അല്ല, എങ്കിലും മെയിനായിട്ട് ഈ ഒരു തണുത്ത കാറ്റ് ഡയറക്റ്റ് ടാങ്കിലേക്ക് ഹിറ്റ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡേ ടൈമിലുള്ള ആ ഒരു ടെമ്പറേച്ചർ ടാങ്കിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഗ്രീൻ നെറ്റിന് അത്ര വലിയ റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്ര എഫക്റ്റീവ് അല്ല. എങ്കിലും നമുക്കൊരു തടയായിട്ട് യൂസ് ചെയ്യാം. കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം കവർ ചെയ്ത് കൊടുക്കുക. ഈ ഷെയ്ഡ് നെറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഡേ ആൻഡ് നൈറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത്യാവശ്യം എയർ സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട്. അതേസമയം ടാർപോളിൻ ആണെന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ ഒരിക്കലും ഇതുപോലെ കവർ ചെയ്ത് ഇടരുത്. ഡേ ടൈമിൽ അത് എടുത്ത് മാറ്റുന്നതാണ് നല്ലത്.
കാരണം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട്, അതായത് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ചെറിയ ഗ്യാപ്പ് ഇട്ട് മാത്രമാണ് ഇത് കവർ ചെയ്യുന്നത്. അങ്ങനെ കവർ ചെയ്യുമ്പോൾ അത് ഡേ ടൈമിൽ ഒരിക്കലും സ്യൂട്ടബിൾ അല്ല, നൈറ്റ് ടൈമിൽ അത് ഓക്കെയാണ്. അപ്പോൾ ഈ ടാർപോളിൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഷെയ്ഡ് നെറ്റ് ആണെന്നുണ്ടെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ മാത്രം ഇട്ടാൽ മതി, ഡേ ടൈമിൽ അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്ന മീനുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അതായത് നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മീനുകളായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സിക്ലേഡ് വെറൈറ്റിയിൽ പെട്ട മീനുകളോ ഏഞ്ചൽ മത്സ്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നതൊക്കെ കുറവായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തണുപ്പ് കാലത്ത് മെറ്റബോളിസം ഡൈജഷനൊക്കെ സ്ലോ ആയിരിക്കും, ഫുഡ് കഴിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ ഈ തണുപ്പാണ് അവരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ മീനുകളൊക്കെ ഡെഡായി പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ ടാങ്കുകൾ കവർ ചെയ്ത് ഇടാവുന്നതാണ്. ടെമ്പറേച്ചറിൻ്റെ ഈ ഒരു ഇഷ്യൂ ചെറിയ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.